കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി ഈ സൂം ലാപ്ടോപ്പിൽ വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, സഹോദരന്മാർ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനെ തുടർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ യെഹെസ്കേലിന്റെ പുസ്തകം 26-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രാരംഭ ഭാഗം നമ്മൾ അല്പം പഠിക്കുകയുണ്ടായി. നമുക്ക് ലഭിക്കുന്ന ഈ സമയം പ്രാർത്ഥനയോടുകൂടെ ദൈവജനത്തുമ്പാകെ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നേർനിരത്തിൽ ഈ രാത്രി വഴി നടത്തട്ടെ. 26, 27, 28 അധ്യായങ്ങൾ ഞാൻ ഓർപ്പിച്ചതുപോലെ സോർ, സീദോൻ എന്ന് പറയുന്ന രണ്ട് പട്ടണങ്ങളുള്ള ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൂതുകളാണ് ഈ 3 അധ്യായങ്ങളിൽ കാണാൻ കഴിയുന്നത്. തുടർന്ന് യെഹെസ്കേലിന്റെ പുസ്തകം പരിശോധിച്ച് നോക്കുമ്പോൾ തുടർന്ന് ഈ ലോകത്തിൽ സംഭവിക്കേണ്ട വിവിധ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ സവിസ്തരമായി പല അധ്യായങ്ങളായി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോർ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് ന്യായവിധി. അത് ആരാണെന്ന് എന്താണെന്നൊക്കെ ഉള്ളതായ പല ചിന്താഗതികൾ ക്രൈസ്തവ സമൂഹത്തിലുള്ള പഴയ ഹൃദയത്തിനകത്തുണ്ട്. അതുകൊണ്ട് ആ സംശയങ്ങളൊന്നും വരാത്ത നിലയിലാണ് നമ്മളിവിടെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ 26-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ യഹോവയായ ദൈവം സോറിന് വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് പറയുന്നു, സമുദ്രത്തിലെ തിരമാലകൾ എന്ന പോലെ നിന്റെ നേരെ ഞാൻ ജാതികളെ വരുത്തുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നുണ്ട്. സമുദ്രത്തിലെ തിരമാലകൾ കയറി വരുന്നത് 1 by 1 ആയിട്ട്. ഒരുപക്ഷെ സോർ അത് വിശ്വസിക്കാൻ കഴിയാത്തതായിരിക്കാം, മറ്റു രാജ്യങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയാത്തതായിരിക്കാം. കാരണം സോർ എന്ന് പറയുന്നത് വെറും കെട്ടുറപ്പില്ലാത്ത ഒരു പട്ടണമല്ലായിരുന്നു. നല്ല കെട്ടുറപ്പുള്ള, സുരക്ഷിതത്വമുള്ള ഒരു പട്ടണമായിരുന്നു സോർ. അപ്പൊ അതിനു നേരെ ഇങ്ങനെ തിരമാലകൾ വരുന്ന പോലെ ശത്രുക്കൾ കടന്നു വരുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ചരിത്രം നാം പഠിച്ചു നോക്കുമ്പോൾ ഇസ്രായേലിന്റെ യെരുശലേമിന്റെ അധഃപതനത്തിന് ശേഷം ചുറ്റുപാടുമുള്ള ജാതികൾ, ചുറ്റുപാടുമുള്ള മറ്റ് രാജ്യങ്ങളുടെ ന്യായവിധിയോടൊപ്പം തന്നെ സോറിലേക്ക് ബാബിലോൺ രാജാവാകുന്ന നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ സോർ എന്ന് പറയുന്ന പട്ടണത്തിൽ ചെല്ലുകയും അതിനെ ആക്രമിക്കുകയും അതിനെ കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ നാള് ബാബിലോണിന്റെ അധികാരത്തിന് കീഴിലായിരുന്നു. പിന്നീട് അടുത്ത സാമ്രാജ്യമാകുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ആ രാജ്യം പോയി. മൂന്നാമത് ഗ്രീക്ക് സാമ്രാജ്യ സ്ഥാപകൻ അലക്സാണ്ടർ വരികയും ഇതിനെ ആക്രമിക്കുകയും ഇതിനെ കീഴടക്കുകയും ചെയ്തു. ഇതിൽ നല്ലൊരു ഭാഗം അദ്ദേഹം നശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം റോമാക്കാരും ഇതിനെ ആക്രമിച്ചു. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നു, അറബികൾ എന്ന് പറയുന്ന ഒരു സമൂഹം ഇവരെ ആക്രമിച്ചു. അങ്ങനെ തിരമാലകൾ വന്ന് 1 by 1 ആയി വരുന്ന പോലെ ഇവർക്ക് നേരെ ജാതികൾ കടന്നു വന്ന്, മറ്റ് രാജ്യക്കാർ കടന്നു വന്ന്, അവരെ സൈന്യങ്ങൾ കടന്നു വന്ന് ഇതിനെ ആക്രമിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ യഹോവയായ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ വെറൊരു പാറയാക്കും, വല വിരിക്കാനുള്ള, ഉണക്കാനുള്ള ഒരു പാറയാക്കും എന്ന് പറയുന്നു. സോർ എന്ന് പറയുന്ന പദം സുവർ എന്ന് പറയുന്ന എബ്രായ പദത്തിൽ നിന്നാണ് സോർ എന്ന് പറയുന്ന പദം. അതിന്റെ സുവർ എന്ന വാക്കിന്റെ അർത്ഥം വലിയ പാറ, വലിയ പാറ എന്നാണ് അർത്ഥം. സോർ എന്ന് പറഞ്ഞാൽ പാറ എന്നാണ്. ഇവിടെ യഹോവയായ ദൈവം പറയും, ഞാൻ നിന്നെ പാറയാക്കുമെന്ന് പറയുമ്പോൾ
വലിയ പാറ എന്ന അർത്ഥത്തിലല്ല അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന സേല എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സേല എന്ന് പറഞ്ഞാൽ ചെറിയ പാറക്കഷ്ണം, പൊട്ടി തകർന്നൊരു പാറക്കഷ്ണം എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന ന്യായവിധിയുടെ ദൂതനുസരിച്ച് വലിയ പാറയാകുന്ന സോർ പൊട്ടി തകർന്ന് ചെറിയൊരു പാറക്കഷ്ണമായി മാറ്റപ്പെടും എന്നാണ് ഒരർത്ഥം. അത് മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ ഇതൊരു തുറമുഖ പട്ടണമാണ്. 2 തുറമുഖങ്ങളുണ്ട്. അതുകൊണ്ട് ലോകത്തുള്ള സകല ഇടങ്ങളിൽ നിന്നും വാണിജ്യ വ്യാപാരത്തിനായി ജനങ്ങൾ ഇവിടെ വരുന്നു, വാണിജ്യം നടത്തുന്നു. ഇവിടുന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി അയക്കുന്നു, ഇവിടുന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. ഇങ്ങനെ ജനവാസ നിബിഡമാണ് സോർ, സീദോൻ എന്ന് പറയുന്ന പട്ടണങ്ങൾ. എന്നാൽ ഇനിയും പറയുന്നു അത് പൂർണ്ണമായും ഇല്ലാതായി. ജനങ്ങൾ താമസിക്കാനില്ലാത്ത, മീൻപിടുത്തക്കാർക്ക് വലയുണക്കാൻ മാത്രം ഉപകരിക്കുന്ന ഒരു പാറ പോലെയാക്കുക എന്ന് പറഞ്ഞാൽ, പാറ നമുക്കറിയാം അതിന് മുകളിൽ ഒന്നുമില്ല, ഒരു ബലവും ഉണ്ടാകത്തില്ല. ഒരു പാറ പോലെയാക്കി മാറ്റും, ആരുമില്ലാത്തതാക്കി മാറ്റുമെന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. ഇതെല്ലാം മറ്റൊരർത്ഥത്തിൽ സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. 11-ാം വാക്യത്തിൽ 26-ാം അതിന് 12-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിലിടുകയും എന്ന് എടുത്തു പറയുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. നെബൂഖദ്നേസർ രാജാവ് ഈ രാജ്യം ആക്രമിച്ചപ്പോൾ ഒരു തുറമുഖ പട്ടണം മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ. മറ്റിടത്ത് പോകുവാൻ അവരെ കഴിയില്ല. അത് കാരണം അതൊരു ദ്വീപാണ്. അത് ഇവിടെ ആക്രമം അഴിച്ചുവിട്ട് അനേകർ കൊല്ലപ്പെട്ടപ്പോൾ, നശിപ്പിച്ചപ്പോൾ ഇവിടുന്ന് ഒരു കൂട്ടം ജനങ്ങൾ അങ്ങോട്ട് പോയി രക്ഷപ്പെട്ടു, ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അപ്പോൾ ഈ പട്ടണം നശിപ്പിച്ചാലും മറ്റേ ദ്വീപ് അങ്ങനെ തന്നെ ശക്തമായി നിലനിന്നു. എന്നാൽ അലക്സാണ്ടർ ചക്രവർത്തി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ചെയ്തത്, അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളും ഗോപുരങ്ങളും എല്ലാം തകർത്ത് നശിപ്പിച്ച് അതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടിട്ടത് മുഴുവൻ കടലിലോട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയ ബുദ്ധിയിലൂടെ, ദീർഘവീക്ഷണത്തിലൂടെയും വലിയ എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിലൂടെയും റബ്ബിഷ് ആയിരിക്കുന്ന കെട്ടിടത്തിന്റെ പൊളിച്ചു കളഞ്ഞ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഈ കടലിൽ കൊണ്ട് ഇട്ടിട്ട് ആ ദ്വീപിലേക്ക് എത്തുന്ന സോളിഡ് ആയിരിക്കുന്ന നല്ലൊരു റോഡ് അദ്ദേഹം നിർമ്മിച്ചു. അങ്ങനെ അതുവഴി കടന്നുപോയി ആ ദ്വീപും അവർ പൂർണ്ണമായും ആക്രമിച്ച് അത് നശിപ്പിച്ചു. ഇപ്പൊ ഈ 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ, നിന്റെ കല്ലും മരവും മണ്ണും വെള്ളത്തിന് നടുവിൽ ഇടുമെന്ന് പറഞ്ഞത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ അത് നിവർത്തിക്കപ്പെട്ടു. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയ ഭാഗം. അതങ്ങനെ തന്നെ നിവർത്തിക്കും. നമ്മൾ ഈ ഭാഗമെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുത, ഇതുവരെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ പല വസ്തുതകൾ, ഒന്ന്, ഇതെല്ലാം ദൈവവചനം സത്യമാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ദൈവവചനം വെറും ഇതിഹാസമല്ലെന്നും വെറും കെട്ടുകഥകളല്ലെന്നും ആരുടെയെങ്കിലും മനോമുഖത്തിൽ ഉരുത്തിരിഞ്ഞ എന്തെങ്കിലും കഥകൾ എഴുതി പിടിപ്പിച്ചതല്ല എന്നും, ഇതെല്ലാം നിവർത്തിക്കപ്പെട്ട് ചരിത്രത്തിന്റെ ഏടുകൾ നോക്കുമ്പോൾ നിവർത്തിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളായി നിലനിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം ദൈവവചനത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നതാണ്.
നമുക്കിനിയും അതിന്റെ 13-ാമത്തെ വാക്യം 13-14 വാക്യം വായിക്കാം. 26-ാം അധ്യായത്തിന്റെ 13-14 വാക്യം. നിന്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതെയാക്കും, നിന്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയുമില്ല. ഞാൻ നിന്നെ വെറും പാറയാക്കും, നീ വലവിരിപ്പാനുള്ള സ്ഥലമായി തീരും, നിന്നെ ഇനി പണികയില്ല. യഹോവയായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങൾ പറയും. നിന്റെ പാട്ടുകളുടെ കോശം, നിന്റെ വീണകളുടെ നാദം, ഇത് രണ്ടും ഇനി കേൾക്കുകയും. വീണ്ടും ഇവിടെ ആവർത്തിക്കുന്ന നീ ഒരു വെറും പാറയായി തീരും, നിന്നെ ഇനി ആരും പണികയില്ല. യഹോവയായ ദൈവം അത് കൽപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇത് സോർ എന്ന് പറയുന്ന പട്ടണം ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ജനസാന്ദ്രവും അതോടൊപ്പം തന്നെ വളരെ സമ്പന്ന നഗരമാണ്. ഇഷ്ടം പോലെ സമ്പന്നം. കൂടാതെ ഒരു പൗരാണികമാകുന്ന, ഒരു പുരാതനപരമാകുന്ന ഒരു ലുക്കും അതിന്റെ കാര്യങ്ങളുമുണ്ട്. ആ നിലയിൽ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരികയും വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പട്ടണമാണ് സോർ എന്ന് പറയുന്ന പട്ടണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വലിയ സുരക്ഷിതയ്ക്ക് ഉള്ളൊരു പട്ടണമാണ്. എന്നാൽ ഇവിടെ എല്ലാ തരം സംഗീതവും, പ്രത്യേകിച്ച് വെള്ളത്തിൽ ഉച്ചത്തിലുള്ള സംഗീതവും അവരുടെ സംഗീതത്തിനനുസരിച്ചുള്ള പാട്ടുകളും, ഇതെല്ലാം ആ പട്ടണത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു വലിയ തുറമുഖ പട്ടണമാകുമ്പോൾ അതിനകത്ത് പല കോശങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കാറുണ്ട്. വിവിധ ഇടങ്ങളിൽ കടന്നു വരുന്നവർ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഒരുപക്ഷെ നടത്തുന്നുണ്ടായിരിക്കാം, പല നിലകളിലുള്ള പ്രോഗ്രാം നടത്താമായിരിക്കും. പക്ഷെ ഇനിയും ഇതൊന്നും അവിടെ കേൾക്കത്തില്ല. സംഗീതത്തിനനുസരിച്ചുള്ള പാട്ടുകളും അതിനനുസരിച്ചുള്ള വീണകളുടെ ശബ്ദങ്ങളും ഒന്നും ഇനിയും അവിടെ കേൾക്കത്തില്ല. അതെല്ലാം യഹോവയായ ദൈവം തകർത്ത് കളയുമെന്ന് പറയുന്നു. നിങ്ങളുടെ കിന്നരങ്ങളുടെ ശബ്ദം, ഈ പ്രത്യേക സംഗീതം ഏറ്റവും ശ്രേഷ്ഠമായി പരാമർശിക്കപ്പെടുന്ന ഒരു സംഗീതമാണ്. അതിനി കേൾക്കയില്ല, അത് പൂർണ്ണമായും നശിപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സന്തോഷമില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ട ഒരു നഗരമായി മാറ്റപ്പെടും. അവിടെ നിന്നെ ഇനി ആരും പണികയില്ല. ഇന്നുവരെ അത് ആരും പണിതിട്ടില്ല. പല നഗരങ്ങളും പലരും നശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്ന ആളുകൾ ആ സ്ഥലം ഏറ്റെടുത്ത് പണിത് പട്ടണങ്ങളാക്കി മാറ്റിയത് ചരിത്രങ്ങളുണ്ട്. എന്നാൽ സോർ എന്ന് പറയുന്ന പട്ടണം ഇന്നുവരെ അത് വീണ്ടും പണിതിട്ടില്ല. അത് എന്നേക്കുമായി തകർന്നുപോയി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്കിത് വായിക്കാം. യഹോവയായ കർത്താവ് സോറിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിഹിതന്മാർ ഞരങ്ങുമ്പോഴും നിന്റെ നടുവിൽ സംഹാരം നടക്കുമ്പോഴും നിന്റെ വീഴ്ചയുടെ ഒച്ചയാൽ ദ്വീപുകൾ നടുങ്ങിപ്പോകയില്ലയോ? അപ്പോൾ സമുദ്രത്തിലെ സകല പ്രഭുക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി അങ്കികളെ നീക്കി വിചിത്ര വസ്ത്രങ്ങളെ അഴിച്ചു വെക്കും. അവർ വിറയൽ പൂണ്ട് നിലത്തിരുന്നു മാത്രതോറും വിറച്ചുകൊണ്ട് നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകും. അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് പറയും: സമുദ്ര സഞ്ചാരികൾ പാർത്തതും കീർത്തിപ്പെട്ടതുമായ പട്ടണമേ, നീ എങ്ങനെ നശിച്ചിരിക്കുന്നു!
നീയും നിന്റെ നിവാസികളും സമുദ്രത്തിലെ പ്രാബല്യം പ്രാപിച്ചിരുന്നു. അതിലെ സകല നിവാസികൾക്കും നിങ്ങളെ പേടിയായിരുന്നുവല്ലോ. ഇപ്പോൾ നിന്റെ വീഴ്ചയുടെ നാളിൽ ദ്വീപുകൾ വിറയ്ക്കും. അതേ, സമുദ്രത്തിന്റെ ദ്വീപുകൾ നിന്റെ നിര്യാണത്തിങ്കൽ ഭ്രമിച്ചു പോകും. ഓക്കെ, സോറിന് സംഭവിക്കാൻ പോകുന്ന നാശത്തോടനുബന്ധിച്ച് ചുറ്റുപാടുമുള്ള മറ്റ് കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, അവിടുത്തെ ഭരണാധികാരികൾ, കൊച്ചു കൊച്ചു പട്ടണങ്ങൾ, അവിടുത്തെ ഭരണാധികാരികൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഈ 15-ാമത്തെ വാക്യം മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത്, സമുദ്രത്തിലെ സകല പ്രഭുക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി അങ്കികളെ നീക്കി വിചിത്ര വസ്തുക്കളെ അഴിച്ചുവെക്കും. അവർ വിറയിൽ പൂണ്ട് നിലത്തിരുന്നു. മാത്രതോറും വിറച്ചുകൊണ്ട് നിന്നെ കുറിച്ച് വിലപിച്ചുകൊണ്ടേയിരിക്കും. ഇത് സോർ എന്ന് അഥവാ സോർ സീദോൻ എന്ന് പറയുന്ന പട്ടണങ്ങൾ, അതിനോട് ചേർന്ന് മറ്റനവധി പട്ടണങ്ങളുണ്ട്. അവരുടെ ദ്വീപുണ്ട്, പോർട്ട് ദ്വീപുണ്ട്. ആ ദ്വീപുകളും ദ്വീപിനോട് ചേർന്നുള്ള മറ്റ് പട്ടണങ്ങൾ, പോർട്ടിനോട് ചേർന്നുള്ള മറ്റ് പട്ടണങ്ങൾ, ഇതെല്ലാം ഈ സോറിനോട് ബന്ധപ്പെട്ട സോറുമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസുമായിട്ട് അവരുടെ സ്വാധീന വലയത്തിൽ പെട്ടതാണ് ഇതിന് ചുറ്റുപാട് കിടക്കുന്ന മറ്റ് കൊച്ചു കൊച്ചു ദ്വീപുകളും കൊച്ചു കൊച്ചു രാജ്യങ്ങളും കൊച്ചു കൊച്ചു പട്ടണങ്ങളെല്ലാം സോറിന്റെ അധീനതയിലാണ്. അപ്പോൾ ഇവിടെ ഈ ചെറിയ സംസ്ഥാനങ്ങളും ചെറിയ ചെറിയ പട്ടണങ്ങളും എല്ലാം പൂർണ്ണമായും സോറിനെ ആശ്രയിച്ച് അവന്റെ അധികാരത്തിന് കീഴിലല്ലെങ്കിലും അവനുമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള യാത്രയാണ്. അവനുമായിട്ടുള്ള ചേർന്ന ബന്ധമാകിയാൽ ഏതെങ്കിലും ആക്രമണങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വന്നാൽ സോർ അവരെ രക്ഷിക്കുമെന്നൊരു ചിന്താഗതിയുണ്ട്. സാമ്പത്തികമായി എന്തെങ്കിലും തകർച്ച വന്നാൽ സോർ ഞങ്ങളെ രക്ഷിക്കും. ഇങ്ങനെ ഈ കൊച്ചു കൊച്ചു രാജ്യങ്ങളും കൊച്ചു കൊച്ചു പട്ടണങ്ങളും എല്ലാം ഇപ്പോഴും ഞങ്ങൾക്കൊരു സഹായം, ഞങ്ങൾക്കൊരാശ്രയം എന്ന് പറയുന്ന സോർ എന്നൊരു ചിന്താഗതി അവരുടെ ഹൃദയത്തിനകത്തുണ്ടായി. അപ്പോൾ സോർ സ്വന്തം നേട്ടത്തിനായി ഈ സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. ചുറ്റുപാടുമുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങളെയും പട്ടണങ്ങളെയെല്ലാം സോർ നന്നായി സ്വാധീനം ചെലുത്തി അവർക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തു അവരെ എല്ലാം നന്നായി ആ സ്ഥാനങ്ങളിൽ ഉറപ്പിച്ചു നിർത്തിയിരുന്നു. ഇത് സോറിന്റെ സുരക്ഷിതത്വത്തിന്റെ ഒരു ഭാഗമാണ്. ചുറ്റുപാടുമുള്ള ആളുകളെ ഒന്ന് ക്രമപ്പെടുത്തി മയപ്പെടുത്തി അവർക്ക് ചെയ്യേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് അവരോട് ചേർന്ന് നിന്നാൽ അവരൊരിക്കലും മറ്റു രാജ്യങ്ങൾ ഇതിനകത്ത് കയറുവാൻ അനുവദിക്കത്തില്ല. ഈ ചുറ്റുപാടുള്ള രാജ്യങ്ങൾ ഒരിക്കലും ഇതിനെ ആക്രമിക്കത്തുമില്ല. അങ്ങനെ സോർ തങ്ങളുടെ സ്വാധീനത്താൽ കൊച്ചു കൊച്ചു രാജ്യങ്ങളെല്ലാം സ്വാധീന വലയത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും, വേണ്ട സമയങ്ങളിൽ അവർക്ക് സുരക്ഷിതത്വം നൽകും. ഇങ്ങനെ നല്ല നിലയിൽ പോകുമ്പോൾ ഇവിടെ യഹോവയായ ദൈവം പറയുന്നു, അവർ നിന്റെ പരാജയ വാർത്ത കേട്ടിട്ട് സമുദ്ര തിരമാലകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായി വന്നു നിന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നുള്ള വാർത്ത ഈ ചുറ്റുമുള്ള പട്ടണങ്ങളും രാജ്യങ്ങളും ഈ വാർത്ത കേട്ടിട്ട് അവർ ആകപ്പാട് ഭയപ്പെടും. അവരില്ലെങ്കിൽ സോറിങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളുടെ സ്ഥിതി എന്തായി തീരും, ഞങ്ങളും ഏത് സമയവും
നഷ്ടപ്പെടും എന്നൊരു ഭീതി ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലും ചുറ്റുപാടുമുള്ള നഗരങ്ങളിലൊക്കെ ഇത് വ്യാപിക്കും. അതാണ് ഈ ഭാഗത്ത് പറയുന്നത്. സോറിന് എന്ത് സംഭവിക്കുമെന്ന് ചുറ്റുപാടുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു. ഒരു സുരക്ഷിതത്വമാണെന്ന് അവർ കരുതി വെച്ചിരുന്നു. സമ്പന്നം, ജനസാന്ദ്രത, നല്ല ബിസിനസ്സിന് പറ്റിയ സ്ഥലം, ഇങ്ങനെ വിവിധ നിലകളിൽ പേരുകെട്ട സ്ഥലമാണ് സോർ. എന്നാൽ അവരുടെ ഭരണാധികാരികൾ അവരുടെ അധികാരം അവർ ഉപേക്ഷിക്കാൻ സോറിന് സംഭവിച്ച നാശത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ചുറ്റുപാടുമുള്ള നഗരങ്ങളിലെ ഭരണാധികാരികൾ അവിടെ തങ്ങളുടെ ഭരണം ഉപേക്ഷിക്കും. ഞങ്ങളാൽ ഇനി ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം ഞങ്ങൾ സോറുമായിട്ടുള്ള ബന്ധത്തിലാണ് മുൻപോട്ട് പോയി. സോറിന് സ്വയമേ നിൽക്കാൻ കഴിയത്തില്ല, പിന്നെ ഞങ്ങളെ എങ്ങനെ രക്ഷിക്കും? അതുകൊണ്ട് ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഭരണാധികാരി ഒഴിഞ്ഞു മാറുമെന്നാണ് ഇവിടെ വായിച്ചത്. ബാബിലോൺകാർ എതിർക്കുവാൻ പോലും ബാബിലോൺകാരെ എതിർക്കാൻ പോലും സോർ ശ്രമിച്ചിരുന്നില്ല എന്നാ പറയപ്പെടുന്നത്. വലിയ യുദ്ധങ്ങൾ കൂടാതെ സോർ ഇവർക്കെല്ലാം കീഴടങ്ങേണ്ടി വന്നു. സോറിന്റെ നഷ്ടത്തിൽ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ, ചുറ്റുമുള്ള പട്ടണങ്ങൾ ദുഃഖിക്കുന്നു. അവർ സോറിനെ കുറിച്ച് ഒരു ചരമഗീതം, ഒരു വിലാപഗീതം പാടുന്നു. അതാണ് 17-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി, നിന്നെ കുറിച്ച് പറയും എന്ന് വളരെ വ്യക്തമായി പറയും. ഇനി നമുക്ക് അതിന്റെ 19 മുതൽ 21 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ നിവാസികളില്ലാത്ത പട്ടണങ്ങളെ പോലെ ശൂന്യ പട്ടണമാക്കുമ്പോഴും, ഞാൻ നിന്റെ മേൽ ആഴിയെ വരുത്തി പെരുവെള്ളം നിന്നെ മൂടുമ്പോഴും, ഞാൻ നിന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ പുരാതന ജനത്തിന്റെ അടുക്കൽ ഇറക്കുകയും നിനക്ക് നിവാസികൾ ഇല്ലാതെ ഇരിക്കേണ്ടതിനും നീ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കാതെ ഇരിക്കേണ്ടതിനും ഞാൻ നിന്നെ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ പുരാതന ശൂന്യങ്ങളിൽ തന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ പാർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ ശീഘ്രനാശത്തിന് ഏൽപ്പിക്കും, നീ ഇല്ലാതെയായി പോകും, നിന്നെ അന്വേഷിച്ചാലും ഇനി ഒരിക്കലും നിന്നെ കണ്ടെത്തുകയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, വളരെ കഠിനമേറിയ ന്യായവിധിയാണ് യഹോവ ദൈവം പറയുന്നത്. സോർ ഇനി ഒരിക്കലും ശക്തി പ്രാപിക്കുകയില്ല. ദൈവം വളരെ ഉറപ്പായി പറയുക. പണ്ടത്തെ പോലെ ഇനിയും ഒരിക്കലും വ്യാപാരത്തിനൊരു സ്ഥലമായി അത് നിലനിൽക്കുകയില്ല. സോറിൽ ഇനി ആരും താമസിക്കുകയില്ല. നഗരത്തിന്റെ അകത്ത് ഒരു വ്യക്തിയുടെ അവസ്ഥ പോലെ സോർ പട്ടണം നിരാശാജനകമായി മാറ്റപ്പെടും. ആ ഭൂമി പോലും ഇപ്പോഴും നിലനിൽപ്പില്ല. നഗരത്തിൽ ശേഷിക്കുന്നവരെല്ലാം കടൽ കൊണ്ട് മൂടും എന്ന് പറയുന്നു. സോറിന്റെ നാശത്തെക്കുറിച്ച് ചുറ്റുമുള്ള ജനതകളുടെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇനി സോറിനെ കുറിച്ച് പറയും, ഇനിയും നിന്നെ ആരും പണികയില്ല, നീ ഇനി ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും, നീ വെള്ളത്താൽ മൂടപ്പെടും എന്ന് വളരെ വ്യക്തമായി. ഈ അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ അടുത്ത 2 അധ്യായം നമ്മൾ പഠിച്ചു നോക്കും. 27ഉം 28ഉം അധ്യായം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്. പ്രാരംഭമായി ഞാൻ അതിനെ കുറിച്ച് പറയുന്നതേ ഉള്ളൂ. സോറിന്റെ ഭരണാധികാരിയായി പരാമർശിക്കുന്നതാണെങ്കിൽ, സോറിന്റെ ഭരണാധികാരിയെ സാത്താനോട് സാമ്യപ്പെടുത്തി പറയുന്ന ചില ഭാഗങ്ങളുണ്ട്.
ദൈവം വെച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം. സ്വർണ ഭരണാധികാരി വളരെ പ്രതീകാത്മകമായി സാത്താനോട് സാമ്യപ്പെടുത്തി പറയും. അപ്പൊ അങ്ങനെയെങ്കിൽ നാം അത് മനസ്സിലാക്കേണ്ട, പ്രതീകമാകമായി സാത്താനോട് സാമ്യപ്പെടുത്തി പറയുന്നെങ്കിൽ അത് രാജ്യത്തിന്റെ, ഇരുട്ടിന്റെ രാജ്യത്തിന്റെ നാശത്തെ കുറിച്ചാണ് പറയുന്നത്. എഗസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 28:2. മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമൊക്കെ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത്, നീ ദൈവഭാവം നടിച്ചത് കൊണ്ട് നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ, നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യവുമില്ല, നിന്റെ ജ്ഞാനം മതിയോ മാസ്റ്റർ? ഓക്കെ, ഈ ഭാഗത്ത് നമുക്ക് പഠിച്ചു വരുമ്പോൾ ഈ പ്രഭുവിനെ, ഈ ഭരണാധികാരിയെ സാത്താനോട് സാമ്യപ്പെടുത്തി പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം വെച്ചാൽ നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ വിഷയമായി പഠിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ സാമ്രാജ്യത്തിനാണ് ഒരു അധപ്പതനം, ഒരു നാശം വരാൻ പോകുന്നത്. ഇത് സോറിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. നമ്മൾ 26-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, ഇനി നിന്നെ ആരും കാണുകയില്ല, നീ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ 28-ാം അധ്യായത്തിൽ വരുമ്പോൾ സോറിന്റെ ഭരണാധികാരിയെ സാത്താനോട് സാമ്യപ്പെടുത്തി പറയുന്നു. അങ്ങനെയെങ്കിൽ വേദപണ്ഡിതന്മാർ പറയപ്പെടുന്നത് ഇരുട്ടിന്റെ രാജ്യത്തിന്റെ നാശത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇരുട്ടിന്റെ സാമ്രാജ്യം, സാത്താന്യ സാമ്രാജ്യം എന്നേക്കുമായി അസ്തമിച്ചു പോകുന്ന പോലെ അതിന്റെ പ്രതീകമാണല്ലോ ഇരുട്ടെന്ന് പറയുന്നത്. നമ്മൾ പറയുന്നല്ലോ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായി പുത്രൻ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും, ഇരുട്ടിനായിരിക്കുന്ന ആ രാജ്യം, അതിന്റെ സിസ്റ്റം, അതിന്റെ ഭരണം, ഇതെല്ലാം നശിപ്പിക്കപ്പെടും എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ദൈവത്തിന്റെ വചന പ്രവചന പുസ്തകങ്ങളിലും വെളിപ്പാടിലും മറ്റു പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, സാത്താന്യ സാമ്രാജ്യം തകർന്നുടയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ഇരുട്ടിന്റെ രാജ്യത്തിന്റെ അധപ്പതനത്തെ കുറിച്ച് വ്യക്തമായി ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഇനിയും നമ്മൾ താഴോട്ട് വരുമ്പോൾ, 26-ാം അധ്യായം താഴോട്ട് വരുമ്പോൾ, തീരദേശത്തെ രാജാക്കന്മാരുടെ വിലാപത്തെ കുറിച്ച് പറയുന്നു. ഞാൻ നിന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിന്റെ അടുക്കൽ ഇറക്കുകയും എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതൊരു സാമ്രാജ്യ ശക്തിയുടെ പ്രതീകത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സാമ്രാജ്യ ശക്തി നമ്മളിവിടെ പറയുന്ന ഒരു പ്രതീകമായി കാണുന്നെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട വെളിപ്പാടിനോടനുബന്ധിച്ച് അവിടെ ഒരു സാമ്രാജ്യ ശക്തിയെ കുറിച്ച് പറയുന്നു. അതും ഒരു വലിയ വ്യാപാര കേന്ദ്രമാണ്. സോറും ഒരു വലിയ വ്യാപാര കേന്ദ്രമാണ്. അവിടെ വിൽപ്പന ചരക്കായി കിട്ടാത്ത ഒന്നുമില്ല, എല്ലാം കിട്ടുവാൻ.
വലിയ സമ്പന്നം. അങ്ങനെയുള്ളതായ ആ രാജ്യത്തിന്റെ നാശത്തെ കുറിച്ചാണ് 26 അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു സാമ്രാജ്യത്തിന്റെ വീഴ്ചയെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ വെളിപ്പാട് പുസ്തകത്തിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ വീഴ്ചയെ കുറിച്ചാണ് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ബാബിലോൺ സാമ്രാജ്യം അത് അന്ത്യക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതായിട്ടാണല്ലോ വേദപണ്ഡിതന്മാരും മറ്റു നോക്കും പഠിപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയും ചെയ്തു. അപ്പൊ അതിന്റെ നാശത്തെ കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലനോട് പറയപ്പെടുന്നു എന്നാ പറയുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യം ഒന്ന് വായിച്ചു. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യം. അവളോട് കൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡനിമിത്തം ഭയപ്പെട്ട് ദൂരത്തു നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ, മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നുവല്ലോ എന്ന് പറയും. ഇനിയും അതിന്റെ 16 മുതൽ വാക്യങ്ങൾ. അയ്യോ അയ്യോ, മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞും ദുഃഖിക്കും. ഏത് മാലൂമിയും ഓരോ ദിക്കിലേക്കും കപ്പലേറിപ്പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരമെന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട്, അയ്യോ അയ്യോ, കടലിൽ കപ്പലുകാർക്കുമെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഒരു നാശത്തെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനോട് സാമ്യം വരുന്ന നിലയിലാണ് യെഹെസ്കേൽ പുസ്തകം 26-ാം അധ്യായത്തിന്റെ ഈ അവസാന ഭാഗത്തും അതിനോട് സാമ്യം വരുന്ന പദപ്രയോഗങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ കഴിയും. സോർ വലിയ ഒരു വാണിജ്യ വ്യാപാര കേന്ദ്രമായിരുന്നു, അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റമായിരുന്നു, സമ്പന്നതയുടെ കൊടുമുടിയിലെത്തിയിരുന്നു. ലോകത്തുള്ള സകല വാണിജ്യങ്ങളും വ്യാപാരങ്ങളും ഇതുവഴി കയറി ഇറങ്ങി പൊയ്ക്കൊണ്ടേയിരുന്നു. 2 പോർട്ടുകൾ, ഒന്ന് ആർക്കും ആക്രമിക്കാൻ കഴിയാത്ത നല്ല ദ്വീപിന്റെ നടുവിൽ വിവിധ നിലകളുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ നിന്നെ ശീഘ്രനാശത്തിന് ഏൽപ്പിക്കും, നീ ഇല്ലാതെയായിപ്പോവും, നിന്നെ അന്വേഷിച്ചാലും ഇനിയും ഒരിക്കലും കണ്ടെത്തുകയില്ല, യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ നിന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിന്റെ അടുക്കൽ ഇറക്കുകയും നിനക്ക് നിവാസം ഇല്ലാതെയാകേണ്ടതിന് ജീവനുള്ള ദേശത്ത് നിലനിൽക്കാതിരിക്കേണ്ടതിനും ഞാൻ നിന്നെ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് പുരാതന ശൂന്യങ്ങളിൽ തന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോട് തന്നെ പാർപ്പിക്കുകയും ചെയ്യും. ഈ ഭാഗവും നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും ഒരു ഇരുട്ടിന്റെ ആധിപത്യത്തെ കാണിക്കുന്നതാണ്. ഇത് രണ്ടും സാത്താനെ അധികാരത്തെ കാണിക്കുന്നതാണ്, സാത്താന്റെ ആധിപത്യത്തെ കാണിക്കുന്നതാണ്. ഒരു സൈഡിൽ അത് അക്ഷരികമായി പറയുമ്പോൾ സോർ എന്ന് പറയുന്ന നഗരം ഉണ്ടായിരുന്നു. അതിന്റെ നാശത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രതീകമായി ഇത് ഇരുട്ടിന്റെ അധികാരമുള്ള സാത്താന്റെ സാമ്രാജ്യത്തിന്റെ അന്ത്യത്തെ കുറിച്ച്
അഥവാ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അന്ത്യത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലും നമ്മൾ കണ്ടു കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും നമുക്ക് സാമ്യപ്പെടുത്തി പറയാൻ കഴിയും. രണ്ടും സാത്താന്റെ സാമ്രാജ്യത്തിന്റെ പ്രതീകമായി പറയുന്നു. ഇത് രണ്ടും വാണിജ്യ കേന്ദ്രമാണ്. ഇത് രണ്ടും അകംഭാവം കൊണ്ടും നിഗളം കൊണ്ടും നിറഞ്ഞതാണ്. ഇതിനെ ദൈവം തച്ചുടച്ചു. ഇതിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത നിലയിലാണെങ്കിലും ദൈവം പറഞ്ഞനുസരിച്ച് ഇത് നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഈ ബാബിലോണും ഈ സോറും ഒരു സാത്താന്യ സാമ്രാജ്യ ശക്തിയെ സൂചിപ്പിക്കുന്നു എങ്കിൽ, ഇരുട്ടിന്റെ അധികാരതയെ ആ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നെങ്കിൽ, അതും യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ അത് നശിക്കപ്പെടും. സാത്താന്യ രാജ്യം, അതിന്റെ ഭരണം, അതിന്റെ ഇരുട്ടിന്റെ അവസ്ഥകൾ സകലവും തകർന്നു പോകും, അതില്ലാതെയായി പോകുമെന്ന് വ്യക്തമായി ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നു. ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മളുടെ നമുക്ക് മനസ്സിലാക്കേണ്ട ആത്മീയ ചിന്ത, ഈ സാമ്രാജ്യ ശക്തികളും ഈ സാത്താന്യ ശക്തികളും എല്ലാം എന്റെ ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലിരിക്കുന്നു. അതെല്ലാം ഒരു നേരം കൊണ്ട് നശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. എത്ര വലിയ പട്ടണമായാലും, എത്ര വലിയ വാണിജ്യം നടക്കുന്നായാലും, എത്ര സമ്പന്നമായാലും, അതിനെയെല്ലാം ദൈവത്തിന് ഒരല്പം നേരം കൊണ്ട് അതിനെയെല്ലാം ഇല്ലാതാക്കാൻ കഴിയും. താമസമില്ല. നമ്മൾ വിശ്വസിക്കുന്നു ഈ സാമ്രാജ്യ ശക്തികൾ, ഇരുട്ടിന്റെ സാമ്രാജ്യ ശക്തികൾ എന്നേക്കുമായി തച്ചുടച്ചിട്ട്, ദാനിയേൽ കണ്ട ആ ബിംബം പോലെ എന്നേക്കുമായി തച്ചുടച്ചിട്ട് ഇവിടെ ദൈവിക രാജ്യം സ്ഥാപിക്കപ്പെടുന്ന ഒരു ദിനം നമ്മുടെ മുമ്പിൽ കടന്നു വരുവാൻ സമയമായി. അതിന് ലക്ഷണങ്ങൾ ഇന്ന് ലോകത്തോടെ വിളിച്ചറിയിക്കുന്ന നിലയിലുള്ള സംഭവവികാസങ്ങൾ ഇന്ന് ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കീറുന്നു, പടുപട പൊട്ടുന്നു. ഇങ്ങനെയുള്ള പ്രവചന ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇതെന്നേക്കുമായി അസ്തമിക്കുവാൻ സമയമായി. ദൈവം തന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ സമയമായി. സാത്താന്യ സാമ്രാജ്യത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് വന്നിരിക്കാൻ അവൻ അല്പകാലം കൂടെ ഉള്ളൂ എന്നറിഞ്ഞിട്ട് ഏത് വിധേനയും തന്റെ ദാസന്മാരെ തെറ്റിക്കുവാൻ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വർദ്ധിക്കട്ടെ, ദൈവജന ധ്യാനം വർദ്ധിക്കട്ടെ, ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്ക് ഈ രാത്രിയിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനിയും 27-ാം അധ്യായമാണ് പഠിക്കേണ്ടത്. അത് നമുക്ക് എടുത്താൽ അത് അവൻ തൊടുവാനുള്ള സമയം നമ്മുടെ മുമ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നാം ഇത് കാണുമ്പോൾ ഒന്ന്, ദൈവവചനത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. കാരണം ദൈവജനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ദൈവം തന്റെ ജനത്തോടു കൂടെ ഇരുന്ന് തന്റെ ജനത്തിന് വേണ്ടി എല്ലാം നന്നായി ചെയ്തു കൊടുക്കും. എന്നാൽ ദൈവജനത്തെ ഒറ്റപ്പെടുത്തുകയും ദൈവജനത്തെ കളിയാക്കുകയും ദൈവജനത്തെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവജനത്തിന് തിരിച്ചു പറയുവാൻ ഒന്നും കാണത്തില്ല. അവർ അപ്രാപ്തന്മാരും ബലഹീനരും ഒക്കെയാണ്. എന്നാൽ അവരെ തെരഞ്ഞെടുത്ത ദൈവത്തിന് അതിന് പ്രതികരിക്കാൻ കഴിയും. ദൈവം പ്രതികരിക്കും എന്നാണ് നമുക്ക് അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. സോർ പറഞ്ഞപ്പോൾ ഇസ്രായേലിന് പ്രതികരിക്കാൻ ശക്തിയില്ലായിരുന്നു. അതിന് മറുപടി കൊടുക്കുവാൻ ഇസ്രായേലിന് കഴിവില്ലാതെ പോയപ്പോൾ അവരെ തെരഞ്ഞെടുത്ത യഹോവയായ ദൈവം അതിന് പ്രതികരിക്കുന്നു എങ്കിൽ
തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് തന്റെ നിയമ രക്തത്തിന്റെ ഉടമ്പടിയിൽ കീഴിൽ ജീവിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തോട് ഉള്ള ബന്ധത്തിൽ നമുക്ക് പ്രതികരിപ്പാൻ നമുക്കൊന്നുമില്ല. നമുക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു സ്വർഗം, നമുക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ആ ദൈവത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം, ആ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാം. സോറിനോട് ചേർന്ന് മറ്റ് പട്ടണങ്ങൾ ആശ്രയിച്ചു പോയി, അവരൊക്കെ പരാജയപ്പെട്ടു പോയി എന്നതുപോലെ നാം മനുഷ്യമുഖത്തേക്ക് നോക്കി, പ്രഭുക്കന്മാരുടെ മുഖത്തേക്ക് നോക്കി, സാമ്രാജ്യ ശക്തിയിലേക്ക് നോക്കി, അവരിലും ഇവരിലും ആശ്രയിച്ച് ജീവിച്ചാൽ നാം പരാജയപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കല്ലേ, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും ആശ്രയിക്കല്ലേ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ വരുന്നു. അതുകൊണ്ട് നമ്മുടെ സഹായം ഉയരത്തിലാകിയാൽ നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്താം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഉയരത്തിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തി ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.